ഇവിടെ ഒരുത്തൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന്റെ ഫോൺ നൈസായിട്ട് മോഷ്ടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അടുത്തുണ്ടായിരുന്ന മറ്റൊരുത്തന്റെ പേസും മോഷ്ടിക്കുന്നു. ഇതേപോലെ ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും അവൻക്ക് ആവശ്യമുള്ള എല്ലാം മോഷ്ടിക്കുന്നു. ആക്ച്വലി ഇവനൊരു ടാലന്റഡ് ആയിട്ടുള്ള കള്ളനാണ്. ആളുകൾ കണ്ണ് ചെമ്മി തുറക്കുന്ന നേരം കൊണ്ട് അവൻക്ക് ആവശ്യമുള്ളതിൽ അടിച്ചു മാറ്റാനുള്ള കഴിവ് ഇവൻക്കുണ്ട്. ഒരു ദിവസം ഇവൻ കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ഓരോരുത്തരെയും വീക്ഷിക്കുന്ന നേരം അവൻ അവിടെ ഒരു പെണ്ണിനെ കാണുന്നു. അവൾ ഫോണിൽ ആരോടോ ടെൻഷനായിട്ട് സംസാരിക്കുമായിരുന്നു. മാത്രവുമല്ല അവളുടെ കയ്യിൽ ഒരു വലിയ ബാഗും ഉണ്ടായിരുന്നു. അതവൻ അവിടെ ഇരുന്ന് സ്കെച്ച് ചെയ്യുകയും ചെയ്തു. സോ ആ ബാഗ് അടിച്ചു മാറ്റാനുള്ള പ്ലാനിൽ അവളൊന്ന് കുനിഞ്ഞതും ഐസ് ബ്ലിങ്ക് ചെയ്ത ടൈമിൽ അവനത് അടിച്ചു മാറ്റുന്നു. ഇപ്പോൾ ആ ബാഗുമായി ഒരുപാട് ദൂരത്തേക്ക് ഓടി ഒരു സ്ഥലത്ത് വെച്ച് ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു ബൊമ്മയും ഫോണും കിട്ടി. അതിൽ ആ ഫോൺ മാത്രം എടുത്ത് ആ ബാഗ് വേസ്റ്റിലിട്ടിട്ട് അവിടുന്ന് പോകുന്നു. എന്നാൽ അവൻ ആ ബാഗ് ഇട്ട് പോകുന്ന നെക്സ്റ്റ് ടൈമിൽ അവിടെ പൊട്ടിത്തെറി സംഭവിക്കുന്നു. ആക്ച്വലി ആ പാവക്കുള്ളിൽ ബോംബായിരുന്നു. ഇപ്പോൾ പോലീസ് എല്ലാം വന്ന് CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവൻ അതിൽ അവിടെ ആ ബാഗ് കൊണ്ടിട്ട് പോയത് കാണുന്നു. ശേഷം ഇവന്റെ ഫോട്ടോസ് എല്ലാം ന്യൂസിൽ കാണിക്കുന്നു. ഇത് കണ്ട് ഭയന്ന് അവൻ അവിടെ നിന്നും സ്കൂട്ടാകാൻ നോക്കുമ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവൻ പോലീസിനോട് ഇത് ചെയ്തത് ഞാനല്ല, ഞാനൊരു കള്ളനാണെന്നും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും പോലീസ് വിശ്വസിച്ചില്ല. അവസാനം അവൻ കണ്ണ് ചിമ്മുന്ന സെക്കൻഡിൽ പോലീസിന്റെ പേഴ്സിലെ ക്യാഷ് മോഷ്ടിച്ച് അവന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കി കൊടുക്കുന്നു.